ഹലോ ഫ്രണ്ട്സ്, വാണ്ടർല സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആനമല ടൈഗർ റിസർവിലാണ്. ആനമല ടൈഗർ റിസർവിൽ ഒരുപാട് സ്റ്റേ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അതിലൊന്നാണ് അമ്പുള്ളിയിലം. ഇന്നത്തെ നമ്മുടെ യാത്ര അമ്പുള്ളിയിലത്തിലേക്കാണ്. അവിടെ നമ്മളൊരു സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊരു 4 പേരുണ്ട്. അപ്പോൾ 4 പേരും ചേർന്ന് നേരെ അമ്പുള്ളിയിലത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ ടോപ്പ് സ്ലിപ്പിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് വേണം അമ്പുള്ളിയിലത്തിലേക്ക് പോകാനായിട്ട്. കൊടും കാടിന് നടുവിലുള്ളൊരു പ്രോപ്പർട്ടി എന്ന് പറയാം. ചുറ്റോട് ചുറ്റും കാടാണ്. അതിൻ്റെ നടുക്കൊരു കുന്നിൻ പ്രദേശത്താണ് കേട്ടോ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. പോകുന്ന വഴി കണ്ടതാണ് കുറേ മാൻകൂട്ടങ്ങൾ വിശ്രമിക്കുകയാണ്. നമ്മൾ ഏകദേശം ഒരു ഉച്ചയോടെയാണ് ഇവിടെ എത്തിയത്. ഇവിടെ ഒരു ക്യാൻറ്റീനുണ്ട്. അവിടെ നിന്നും ഉച്ചയൂണും കഴിച്ചിട്ടാണ് നമ്മളിത് ആ പ്രോപ്പർട്ടിയിലേക്ക് പോകുന്നത്. അപ്പം ഉച്ചയൊക്കെ ആയതുകൊണ്ട് മാനുകൾ വിശ്രമിക്കുന്ന സമയമാണ്. കുറേ മാനുകളുണ്ട്. കൊമ്പനും പിടയൊക്കെ ആയിട്ട് ഇതാ നോക്കിയേ ഒരു കൂട്ടമുണ്ട് കേട്ടോ. നല്ല രസമല്ലേ ഇവരെ ഇങ്ങനെ പച്ചപ്പിൽ കാണാനായിട്ട്. എല്ലാ യാത്രകളിലും നമുക്ക് മാനുകളെ കാണാറുണ്ട്. പക്ഷേ ഒരു കൂട്ടമായിട്ട് ഇവരെ കാണുമ്പോഴത്തേന് അങ്ങനെ വീഡിയോ പകർത്താതെ പോകാൻ തോന്നാറില്ല കേട്ടോ. ഒരു കൂട്ടമായിട്ടൊക്കെ നടക്കുന്ന കാണാൻ നല്ല രസമാണ്. ഏകദേശം ഒരു 3-4 കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മളിതാ അമ്പുള്ളിയിലത്തിൻ്റെ താഴ്വാരത്തിലെത്തിയേ. ഇനി ആ കുന്ന് കയറി മേളിൽ ചെല്ലണം. നമ്മൾ വന്നിട്ടുള്ള സ്ഥലമൊന്ന് നോക്കിയേ. ഹെവി ആംബിയൻസിലാണ് കേട്ടോ. കണ്ടോ, കാടിൻ്റെ നടുക്കൊരു കൊട്ടാരം. മോനെ ഒരു രക്ഷയില്ലാത്ത വൈബിലാണ് കേട്ടോ ഇത് നിൽക്കുന്നത്. നോക്കി, ചുറ്റോട് ചുറ്റും കാടാണ്. അതിൻ്റെ നടുക്ക് ഒരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. ആനമല ടൈഗർ റിസർവിൻ്റെ അമ്പുള്ളിയിലോ എന്ന് പറയുന്ന ഒരു സ്റ്റേ ആണ് കേട്ടോ. രക്ഷയില്ലാത്ത വൈബ് പ്ലേസിൽ. അതാ ചെറിയൊരു മഴയൊക്കെ പെയ്യുന്നുണ്ട്. മഴയുടെ അകമ്പടിയോടെയാണ് കേട്ടോ നമ്മളിവിടെ വന്ന് നിൽക്കുന്നത്. ഈ ഒരു പ്രോപ്പർട്ടിയുടെ അകം ഇതാണ് കേട്ടോ. ഇവിടെ നിന്ന് വേണം നമ്മൾ കയറി വരുന്നത്. ഒരു ഹാളാണ്. അത് കഴിഞ്ഞ് മേളിലേക്ക് കയറി പോകണം. വലിയ മേളിൽ ചെന്നാൽ 4 റൂംസ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മളിന്ന് സ്റ്റേ ചെയ്ത സമയത്ത് 4 റൂമും ഫില്ലായിരുന്നു കേട്ടോ. താഴെ വിശാലമായിട്ടുള്ള ഹാളാണ്. അവിടെയാണ് നമുക്ക് ഡൈനിങ് ഏരിയയും അതുപോലെ തന്നെ കിച്ചണൊക്കെ വരുന്നത്. ടോപ്പിൽ മാത്രമേ റൂംസ് ഉള്ളൂ. അതും 4 സൈഡിലായിട്ടാണ് കേട്ടോ 4 റൂമുകളും സെറ്റ് ചെയ്തിട്ടുള്ളത്. കൊള്ളാം. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂം ഇതാണ് കേട്ടോ. രക്ഷയില്ലാത്ത വ്യൂവിലാണ് നമുക്ക് സ്റ്റേ കിട്ടിയിരിക്കുന്നത്. മൊത്തം ഗ്ലാസ്സാണ് ഇട്ടേക്കുന്നത്. ഉണ്ടോ, പുറത്തെ ഒരു വിഷ്വലൊക്കെ ഇതുണ്ടോ. ഇങ്ങനെ കാടാണ് ചുറ്റുവേ. ഇത് മാത്രമല്ല ഉണ്ടോ, ഈ ഒരു സൈഡിൽ നമ്മൾ കയറി വരുന്നതാണ്. ഫെൻസിങ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുറ്റത്ത് വരെ ആനയും കരടിയും വരുന്നതാണ്. രാത്രിയിലൊക്കെ ആനയും കരടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിതാ ഇതിനകത്തിരുന്ന് തന്നെ കാണാം. പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല. എന്താണേലും സ്റ്റേ ഉള്ള അടിപൊളിയാണ്. അപ്പോൾ വൈകുന്നേരം നമുക്കൊരു സഫാരി ഉണ്ട്. അത് ഈ ഒരു പാക്കേജിൻ്റെ കൂട്ടത്തിൽ ഇൻക്ലൂഡഡ് അല്ല, നമ്മൾ സെപ്പറേറ്റ് എടുത്തേക്കുന്നതാണ്. അങ്ങനെ വന്നപ്പോൾ നല്ലൊരു മഴ പെയ്തു. അപ്പോൾ അതാ മഴയൊക്കെ മാറി കേട്ടോ. ചെറുതായിട്ട് ഇവിടെയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. താഴെ കാണുന്ന റൂട്ട് നമ്മളിങ്ങോട്ട് വന്ന വഴിയാണ്. ഇതിന് ചുറ്റോട് ചുറ്റും ഹെവി ഫോറസ്റ്റാണ്. നല്ല രീതിയിൽ ആനിമൽ സൈറ്റിങ് കിട്ടുന്ന ഏരിയകളാണ്. നോക്കിയാൽ ഇവിടെ എല്ലാം നല്ല രീതിയിൽ പുൽമേടാക്കിയിട്ടാണ് അവർ നടത്തിയിരിക്കുന്നത്. അധികം മരങ്ങളൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ആനിമൽസ് എല്ലാം വരുവാണെങ്കിൽ നല്ല വിസിബിലിറ്റി ഉണ്ടാകും നമുക്ക്. എന്താണെങ്കിലും കൊള്ളാം. അടിപൊളി ഒരു പ്ലേസ് കേട്ടോ. ഹെവി വൈബാണ്. വൈകുന്നേരം നല്ല രീതിയിൽ തണുപ്പൊക്കെ ആകും. നല്ല മഴയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം മഴ മാറിയപ്പോൾ ചെറിയ രീതിയിൽ വെയിലിന് ചൂടൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല ക്ലൈമറ്റ് ആകുമെന്നാണ് പറയുന്നത് കേട്ടോ. എവിടെ നോക്കിയാലും ഫോറസ്റ്റ് മാത്രം കേട്ടോ. എന്തായാലും നല്ല അടിപൊളിയൊരു എന്താ പറയുന്നൊരു പ്ലേസിലാണ് ഇവർ ഇതുകൊണ്ട് ഈ ഒരു കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ആനമല ടൈഗർ റിസർവിൻ്റെ 2 സഫാരി വാഹനങ്ങൾ കംപ്ലൈൻ്റ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് സഫാരി ഇന്ന് കിട്ടിയില്ല കേട്ടോ. സോ നമ്മൾ നേരെ ഇവിടെ നിന്നും പറമ്പിക്കുളത്തിന് പോവുകയാണ്. അവിടുത്തെ ലാസ്റ്റ് സഫാരി എടുക്കാൻ നമുക്ക് സമയമുണ്ട്. സോ അങ്ങോട്ടേക്ക് പോവുകയാണേ. അത് എത്രമാത്രം കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. കാര്യം ബുക്ക് ചെയ്യാതാണ് വന്നത്. നമുക്ക് എന്താണേലും പോയി നോക്കാം. ഇവിടെ നിന്നും അധിക ദൂരമല്ല കേട്ടോ പറമ്പിക്കുളത്തിൻ്റെ സഫാരി പോയിൻറ്റിലേക്ക് ചെല്ലാനായിട്ട്. എന്താണേലും നമ്മൾ പോയി നോക്കുവാണേ.
നമ്മളവിടെ ചെന്നപ്പോഴത്തേനും ബസ് ഓൾറെഡി പോയിരുന്നു. പക്ഷേ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു ഓഫീസർ നമ്മളെ ബസ്സിനടുത്ത് വരെ കൊണ്ടുവിട്ടു. അങ്ങനെ നമുക്ക് സഫാരി കിട്ടി കേട്ടോ. ഏതായാലും സീറ്റൊന്നും ബുക്ക്ഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഏറ്റവും ലാസ്റ്റാണ് സീറ്റ് കിട്ടിയിരിക്കുന്നത്. എന്താണെങ്കിലും കാഴ്ചകളൊക്കെ കണ്ട് പതിയെ പോയിട്ട് തിരിച്ചു വരാം. കാട് നല്ല രീതിയിൽ പച്ചപ്പിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പറമ്പിക്കുളത്തിൻ്റെ ഒരു പ്രത്യേകത കൂടുതലും തേക്ക് മരങ്ങളാണ് കാണാൻ പറ്റുക. നമുക്കൊരു നാച്ചുറൽ ഫോറസ്റ്റിൻ്റെ ഒരു ഫീലൊന്നും കിട്ടില്ല കേട്ടോ. പക്ഷേ എല്ലാവിധ ആനിമൽസും ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. നോക്കിയേ, ഒരു മയിൽ മരത്തിനകത്ത് കയറിയിരുന്നിട്ട് ഇല കാരണം പുള്ളിയെ കാണത്തില്ല കേട്ടോ. പീലി മാത്രം നമുക്കങ്ങനെ പുറത്ത് കാണാവേ. താണ്ടേ ഇവിടെ നമുക്ക് മാൻകൂട്ടങ്ങളെ കാണാവേ. നല്ല പച്ചപ്പിൽ അവരങ്ങനെ നിന്നങ്ങ് മേഞ്ഞ് നടക്കുവാണ് കേട്ടോ. ഏകദേശം 4 മണിയോട് അടുക്കാറായിട്ടുണ്ട് സമയം. നോക്കി, വണ്ടി വന്ന് നിന്നപ്പോഴത്തേനും ബാക്കിയുള്ള എല്ലാവരും ഓടി കേട്ടോ. പാപ്പാടെ 2 പേരെ മാത്രം നമുക്ക് കാണാനുള്ളേ. താണ്ടേ അവരും പോവാണ്. ഒരു കുരങ്ങച്ചനിരിക്കുന്നുണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. തൊട്ടടുത്താണ്. സാധാരണ ഇവരെ അങ്ങനെ അടുത്ത് കിട്ടാറുള്ളതല്ല. മനുഷ്യൻ്റെ അനക്കം കേട്ടാൽ അപ്പോഴേ ഇവർ വേറെ ഏതെങ്കിലും മരത്തിൻ്റെ മുകളിലേക്കൊക്കെ ഓടിപ്പോകുന്നതാണ് കേട്ടോ. പക്ഷേ പുള്ളി വളരെ കൂളായിട്ടിരിപ്പുണ്ട്. തൊട്ടടുത്തു നിന്നുള്ള കുരങ്ങന്മാരൊക്കെ ഓടിപ്പോയി. രസമല്ലേ കാണാനായിട്ട്. നല്ല ഷൈനിങ് ഉള്ള ബ്ലാക്ക് രോമങ്ങൾക്ക് ടോപ്പിലായിട്ട് കറുപ്പ് ചേർന്ന് വരുന്ന ആ ഒരു ചെമ്പിച്ച വെള്ള കളറൊക്കെ ആയിട്ട് നോട്ടം കണ്ടോ ആളുടെ. അടിപൊളി കേട്ടോ. ആനക്കൂട്ടങ്ങളാണ് കേട്ടോ ആദ്യത്തെ സൈറ്റിങ്. ഇങ്ങോട്ട് വന്ന വണ്ടിക്കാർ പറഞ്ഞിരുന്നു ആനക്കൂട്ടങ്ങളുണ്ടെന്ന്. തൊട്ടടുത്ത് തന്നെയായിരുന്നു കേട്ടോ, റോഡിനോട് ചേർന്ന് തന്നെ. ഒരു കൊമ്പനും ഉണ്ട് കൂട്ടത്തിൽ. കുട്ടിക്കൊമ്പനാണ്, എന്നാലും അത്യാവശ്യം സൈസുണ്ട് കേട്ടോ ആൾക്ക്. വണ്ടിയിൽ ഒരു രക്ഷയില്ലാത്ത ശബ്ദമാണ് കേട്ടോ. കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് ആനിമൽസിനെ കണ്ടപ്പോഴത്തേനെ. പറമ്പിക്കുളത്ത് കൂടുതലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു നാച്ചുറൽ ഫോറസ്റ്റ് അല്ല, കൂടുതലും ടീക്ക് പ്ലാന്റേഷനാണ്. അതിനകത്തൂടാണ് കേട്ടോ ഇവരിങ്ങനെ പുല്ലൊക്കെ തിന്ന് നടക്കുന്നത്. കുറേ ഇല്ലിക്കാടുകളുണ്ട്. എനിക്ക് കുട്ടിക്കൊമ്പൻ ഫ്രണ്ടിലേക്ക് നാനക്കോട്ട് കുത്തിയത് കണ്ടോ. വണ്ടി വന്ന് നിന്ന് അവർക്കത്ര സെറ്റായിട്ടില്ല കേട്ടോ. അവർ പതിയെ ഉള്ളിലേക്ക് നടന്ന് നീങ്ങുവാണേ. എന്താണേലും നല്ല കാഴ്ചയല്ലേ പച്ചപ്പിൽ ഈ കരിവീരന്മാരിങ്ങനെ ആർമാദിച്ച് നടക്കുന്ന കാണാൻ തന്നെ ഒരു രസമുള്ള ഒരു കാഴ്ചയാണ്. ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ കാട്ടിനുള്ളിൽ തന്നെ വരണം കേട്ടോ. ഇല്ലിക്കാടുകൾക്കിടയിൽ കൂടെ ഇങ്ങനെ ഗോൾഡൻ ലൈറ്റ് ഇറങ്ങി വരുന്ന കാണാൻ നല്ല രസമല്ലേ. ഏകദേശം സമയം 4 മണിയോട് അടുത്തിട്ടുണ്ട്. ഇതിവിടുത്തെ ഒരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ ഇറങ്ങി നിന്ന് കാണുകയൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷേ ആരും ഇറങ്ങുന്നില്ല കേട്ടോ. നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ആകാശം നല്ല മേഘാവൃതമാണ്. അങ്ങേ സൈഡിൽ കാണുന്ന ആ മലയുടെ ടോപ്പൊക്കെ കണ്ട മേഘങ്ങൾ വന്ന് മൂടിയേക്കുവാണ്. ഇവിടെ നിന്നാൽ ഈ ഒരു കാടിൻ്റെ വ്യാപ്തി എന്തേരാണെന്ന് അറിയാവേ. ഒരു കൂട്ടം കാട്ടുപോത്തുകൾ ഒരു പാടത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ. കുറേ ഉണ്ട് കേട്ടോ, കുറേ മാറി കുറേ ഒരു ഗ്രൂപ്പുണ്ട്. നമുക്ക് തൊട്ട് ചേർന്നൊരു ഗ്രൂപ്പുണ്ട്. കാട്ടുപോത്തും മ്ലാവും മാൻകൂട്ടമൊക്കെ സന്ധ്യയൊക്കെ ആകുമ്പോഴത്തേനും ഇതുപോലുള്ള ഓപ്പൺ പ്ലേസിലേക്ക് വരും കേട്ടോ. അവരുടെ ജീവൻ പേടിച്ചിട്ടാണ് നേരെ ഓപ്പൺ പ്ലേസിലേക്ക് വരുന്നത്. കാട്ടുപോത്തുകൾ മാത്രമല്ല കേട്ടോ, ഇങ്ങേ സൈഡിൽ മ്ലാവുകളും മേയുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാട്ടുപോത്തുകളെയും മ്ലാവുകളെയൊക്കെ ഒറ്റ ഫ്രെയിമിൽ കാണാവേ. നല്ല പച്ചപ്പിൽ ഇവരങ്ങനെ മേഞ്ഞ് നടക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലേ. അതുകൊണ്ടോ പേടിയൊന്നും കൂടാതെ സഫാരി വാഹനത്തിനോട് ചേർന്ന് നിന്ന് പുല്ല് തിന്നുന്നുണ്ടോ. ഇവർക്കങ്ങനെ പേടിയൊന്നും തോന്നാറില്ല കേട്ടോ. കാര്യം ഈ വാഹനങ്ങളൊക്കെ ഇവർക്ക് കണ്ട് നല്ല പരിചയമാണ്. ഇതങ്ങളെങ്ങനെ ഉപദ്രവിക്കാൻ വരുന്നതല്ലാന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതല്ലെങ്കിൽ ചെറിയൊരു അനക്കം കേട്ട് കഴിഞ്ഞാൽ ഇവരോടി കാടിനുള്ളിലേക്ക് പോകുന്നതാണ്. കണ്ടോ, ഒരു പേടിയും കൂടാതെ വന്ന് നിന്ന് പുല്ല് തിന്നുവാണേ.
ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനിൽ നമ്മളെത്തി. പറമ്പിക്കുളം ഡാമാണ് ഈ കാണുന്നത്. ഈ ഒരു ട്രിപ്പ് വരുന്നത് ഇവിടെ വരെയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാവുന്ന ഏകദേശം 3.5 മണിക്കൂർ സഫാരി ഉണ്ട്. എന്ത് രസമല്ല കാണാനായിട്ട്. ആകാശമൊക്കെ നല്ല മേഘാവൃതമായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങേ സൈഡിൽ കാണുന്ന മലയൊക്കെ മേഘങ്ങൾ കൊണ്ട് മൂടിയിട്ടുണ്ട് കേട്ടോ. എത്രയും അധികം ആൾക്കാർ ഇതാ ഈ ഒരു ബസ്സിന് വന്നതാണ്. നമ്മുടെ വന്ന ബസ്സാണ് കേട്ടോ ഇക്കിടക്കുന്നത്. ഇനി നമ്മൾ നേരെ ഇവിടെ നിന്ന് തിരിച്ച് ആനപ്പാടി എന്ന് പറയുന്ന നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ. നോക്കി ഒരു കൂട്ടം കരിക്കുരങ്ങുകൾ. നമ്മുടെ വാലിൻ്റെ നീളം കണ്ടോ എന്തേരാണെന്ന്. ഒരു ഫാമിലിയാണെന്ന് തോന്നുന്നു കേട്ടോ. വണ്ടി വന്നപ്പോഴത്തേന് ചാടി എല്ലാം കൂടെ ഒരുമിച്ചിരിക്കുന്നതാണ്. നോക്കി നമ്മുടെ ബസ്സിനോട് ചേർന്ന് റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ അതാ ഈ ഒരു കുട്ടിക്കൊമ്പ് നിന്ന് ഫുഡ് കഴിക്കുന്നത്. ആദ്യമേ കയ്യിലുണ്ടായിരുന്ന ലെൻസിനെ ഇവനെ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ലെൻസ് മാറിയിട്ടാണ് കേട്ടോ എടുത്തത്. അത്രയ്ക്ക് ക്ലോസ് റേഞ്ചിലാണ് പുള്ളി നിൽക്കുന്നത്. പക്ഷേ വണ്ടി വന്നതൊന്നും പുള്ളിക്ക് യാതൊരു പ്രശ്നമില്ല. പുള്ളി അങ്ങനെ നിന്നങ്ങ് വയറ് നിറയ്ക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. പുള്ളിയുടെ കൂട്ടത്തിൽ വേറെ ആനകളുണ്ട്. അവർ കാടിനുള്ളിലാണ്. നമുക്ക് സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ പുറത്ത് മറ്റൊരാൾ ഇരിപ്പുണ്ടായിരുന്നേ. പെട്ടെന്ന് അങ്ങനെ ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിച്ച് കഴിഞ്ഞതും ആൾക്കാരെല്ലാം വളരെ ശബ്ദം ഉണ്ടാക്കി അവനെ ഓടിച്ചു കേട്ടോ. ഇവനാണ് ആള്. കാട്ടിൽ കയറുമ്പം ഇങ്ങനെയുള്ള കാഴ്ചകൾ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഭാഗ്യമാണ്. പക്ഷേ എന്ത് ചെയ്യാം, ശബ്ദം ഉണ്ടാക്കി അപ്പം തന്നെ അതിനെ ഓടിച്ചു കേട്ടോ. ലൈറ്റ് നല്ല രീതിയിൽ പോയി കേട്ടോ. നമുക്കിനി കുറേ ദൂരം കൂടെ പോകാനുണ്ട്. അപ്പോഴത്തേനാണ് ഇതാ ഇവരെ കാണുന്നത്. ഒരു 3-4 ആനകളുണ്ട് കേട്ടോ. കൂടുതലും കുട്ടിയാനകളാണ്. പക്ഷേ കൂട്ടത്തിലുള്ളതാ ഇവ മാത്രം ഇച്ചിരി ടെററാണ്. പുള്ളിക്ക് വണ്ടി കൊണ്ട് നടത്തി അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നോക്കി പുള്ളിയുടെ പരിപാടികൾ കണ്ടോ. ഒരു മോക്ക് ചാർജ് പ്രതീക്ഷിച്ച് തന്നെയാണ് നിന്നത്. എന്താണേലും പ്രതീക്ഷിച്ച് നിന്ന സമയത്ത് തന്നെ പുള്ളി മോക്ക് ചാർജ് ചെയ്തു കേട്ടോ. ഒന്നല്ല 2 തവണയാണ് മോക്ക് ചാർജ് ചെയ്തത്. പേടിപ്പിക്കത്തേ ഉള്ളൂ, അടുത്തേക്ക് വരില്ല എന്ന് നന്നായിട്ട് അറിയായിരുന്നു. പക്ഷേ വണ്ടിയിലുള്ളവരെല്ലാം ഭയങ്കരമായിട്ട് ബഹളം വെച്ചു കേട്ടോ. പേടിക്കാതെ ഉച്ച ഉണ്ടാക്കില്ലേ. അങ്ങനെ നല്ല രീതിയിൽ സഫാരി കഴിഞ്ഞു കേട്ടോ. ആദ്യമായിട്ടാണ് പറമ്പിക്കുളത്ത് പുലിയൊക്കെ കാണുന്നത്. അത് നല്ല രീതിയിൽ നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല എന്നൊരു വിഷമം ബാക്കിയുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ്. അങ്ങനെ നമ്മുടെ സഫാരിയൊക്കെ കഴിഞ്ഞതാ നമ്മുടെ സ്റ്റേയിൽ വന്നു. നമ്മളെ കൂടാതെ വേറെ 2 ഫാമിലിയും കൂടെ ഉണ്ട് കേട്ടോ ഇന്നിവിടെ സ്റ്റേക്ക്. എല്ലാവരും ഇങ്ങനെ ചുറ്റുപാടും ഇങ്ങനെ നോക്കുകയാണ് എന്തെങ്കിലും ആനിമൽ ഉണ്ടോ എന്നുള്ളത്. എന്താണെങ്കിലും നമ്മളും പുറത്തിറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഫെൻസിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. പുറത്തിറങ്ങിയിരിക്കുന്നത് റിസ്ക്കാണ്. പക്ഷേ പെട്ടുള്ളതുകൊണ്ട് ജസ്റ്റ് നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ പുറത്തിറങ്ങി കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും നമുക്കുള്ള ഫുഡ് റെഡിയായേ. ഈ ഫുഡെല്ലാം നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്ത് മേടിക്കുന്നതാണ് കേട്ടോ. ഇവിടെ സ്റ്റേ മാത്രമാണ് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നത്. ഫുഡെല്ലാം എക്സ്ട്രാ ആണേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് വന്നപ്പോഴത്തേന് പതിയെ ആനിമൽസ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്തേക്ക് വന്നു തുടങ്ങി കേട്ടോ. അതുകൊണ്ട് ഒരു കൂട്ടം മ്ലാവുകളുണ്ട്, മാനുകളുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് കരടിയെയാണ്. കരടിയെ കാണാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയിലിരിക്കുവാണ്. കാരണം ഇവിടെ സ്ഥിരമായിട്ട് കരടികൾ വരുന്നൊരു ഏരിയയാണ്. കുറേ നേരമായിട്ട് നല്ല അനാങ്കകളുണ്ട്. കുറേ മ്ലാവുകൾ അലൈറ്റായി നിൽക്കുന്നുണ്ട്. പക്ഷേ വേറൊന്നും കണ്ടില്ല കേട്ടോ. ഇവിടെ തണുത്ത കാറ്റ് വീശുന്നുണ്ട്. ഇതുണ്ടോ നമ്മുടെ പ്രോപ്പർട്ടിയോട് ചേർന്ന് തന്നെ കാട്ടുപോത്തിൻ്റെ കൂട്ടം വന്ന് ചേർത്ത് വെച്ചിരിക്കുക. കാട്ടുപോത്തിൻ്റെ കൂട്ടം വന്ന് നിന്ന് മെയ്യുന്നുണ്ടോ. ഇനി ഈ വലത്തേക്ക് ഒരാളൊന്നും അല്ല കേട്ടോ. ഇവിടെ എല്ലാം വന്നപ്പോണ്ട് കണ്ടോ 6 സൈസുള്ള കാട്ടുപോത്തൊക്കെ വന്നേക്കുന്നത്. കാട്ടുപോത്തും പ്ലാവും ഒക്കെ ഉണ്ട് കേട്ടോ. അതിലോട്ടൂടെ കണ്ടോ എത്ര മാറിയുണ്ട് കേട്ടോ. ഇതുണ്ടോ നമ്മൾ പറ്റ ചേർന്ന് നിൽക്കുന്നുണ്ടോ. വലിയ തുറന്നു. ഇത് നമ്മൾ മുമ്പേ ഇരുന്നൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട്
കണ്ടോ, ഇവിടാണ് നമ്മൾ ഇരുന്നത്. കണ്ടോ, നമ്മുടെ കാറൊക്കെ കിടക്കുന്നത് നേരെ താഴെ. ഇത്രയും പറ്റയാണ് കാട്ടുപോത്ത് വന്നിരിക്കുന്നത്. നമ്മുടെ വണ്ടി കിടക്കുന്നു. കണ്ടോ, പ്രോപ്പർട്ടിയുടെ പുറകിൽ വന്നിട്ട് കാട്ടുപോത്തോടെ മേയുന്നുണ്ടോ. ഒരു രക്ഷയില്ലാതെ വീഴാട്ടോ. പിന്നെ ദേഹത്ത് മഴവെള്ളം ഇങ്ങനെ ഊർന്നു പോയിട്ട് നിൽക്കുന്നുണ്ടോ. മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കരടിയെ പ്രതീക്ഷിച്ചാണ് നിന്നത്. ടെറസിൻ്റെ മുകളിൽ നിന്നിട്ടാണ് കേട്ടോ ഈ ഒരു കാഴ്ചകളൊക്കെ ഞാൻ കാണുന്നത്. താഴെ നിൽക്കാൻ പറ്റത്തില്ല, കരടി എതിലേ വരുമെന്ന് പറയാൻ പറ്റത്തില്ല. കരടി 3 പിള്ളേരും ഉണ്ട്. സോ നമുക്ക് മേളിൽ നിന്ന് കാഴ്ചകൾ കാണാൻ പറ്റുമല്ലേ. നല്ല തണുത്ത കാറ്റും ഒപ്പം മഴയും. വേൾഡ് കപ്പിൻ്റെ ഫൈനൽ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ലൈവിൽ സ്കോർ നോക്കാനേ പറ്റുന്നുള്ളൂ, കളി കാണാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ ഈ ഒരു കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടോ രാത്രി ഞങ്ങൾ ടെറസിൻ്റെ മണ്ടയിൽ കടുവയോ പുലിയോ എല്ലാം വരുമോ നോക്കി ഇരുന്നപ്പോഴത്തേനും താഴെ കൂടെ കൂടും കാട്ടിൽ കൂടെ ആരും ലൈറ്റ് പിടിച്ച് പോകുന്നു കേട്ടോ. ഒന്ന് സമ്മതിക്കണം എന്നാണേലും. കൊടും കാടിനകത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. അതിൻ്റെ അകത്തൂടെ കണ്ടോ, അത് പോത്ത് താഴെ ഉണ്ടല്ലോ. കണ്ടോ ലൈറ്റ് അടിച്ച് പോകണോ താഴെ കൂടെ. എന്നാണേലും അവൻ്റെ ധൈര്യം സമ്മതിക്കണം കേട്ടോ. താഴെ പോത്ത് ചീറ്റ് ചെയ്ത് കേട്ടോ. താഴെ പോത്ത് വെപ്പുണ്ടായിരുന്നു. ഉണ്ടോ ലൈറ്റ് അടിച്ച് വരണുണ്ടോ. ഭയങ്കര തന്നെ കേട്ടോ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ അമ്പുള്ളിയിലത്തിൽ ഒരു നൈറ്റ് കഴിഞ്ഞു കേട്ടോ. അടിപൊളി നൈറ്റായിരുന്നു. പ്രോപ്പർട്ടിക്ക് ചുറ്റും കാട്ടുപോത്തുകളും മ്ലാവൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ നേരം വെളുത്തോണ്ട് എല്ലാം നാട് വിട്ടു കേട്ടോ. കാട് കിട്ടുക കേട്ടോ. പക്ഷേ ഇപ്പം ബേഡ്സൊക്കെ നല്ല ആക്റ്റീവായിട്ടുണ്ട്. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. അത് അടിപൊളിയാണ് കേട്ടോ. രാവിലെ ഇങ്ങനെ ഇതിൻ്റെ ടോപ്പിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇത് നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് പോയിരിക്കാം. നല്ല ബേഡ്സിൻ്റെ ആക്ടിവിറ്റീസും ഉണ്ട് ഇപ്പം തന്നെ കേട്ടോ. സൗണ്ട് കേട്ടോ. രാവിലത്തെ ഒരു ആംബിയൻസ് ഉണ്ട്, ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി. നല്ല വൈകിട്ട് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു, കാരണം പുല്ലൊക്കെ നനഞ്ഞ് കിടക്കുവാണേ. അങ്ങനെ നോക്കി ഇവിടെയാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. അങ്ങേ സൈഡിൽ നിന്നിട്ട് സൂര്യൻ വെച്ച് വരുന്നുണ്ട്. പെട്ടെന്ന് വീണെന്ന് പറഞ്ഞാലും ഇതിൻ്റെ അകത്തോടെ ഇറങ്ങി നടക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഫെൻസിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കരടി ഒരുപാടുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കരടിയുടെ കാഷ്ടം കിടക്കുന്നു. ഇന്നലെ രാത്രി മൊത്തവും കരടിക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്താൽ. മഴ പെയ്ത സമയത്തും കണ്ട് വന്നു പോയതാണ് കേട്ടോ. അടിപൊളി. കരടിയുടെ കാര്യം പറഞ്ഞില്ല, ഇതേ വരുന്ന കരടി. അങ്ങനെ അവിടെ ഒന്നും പോയിട്ടില്ല കേട്ടോ. പ്രോപ്പർട്ടിയുടെ തൊട്ട് മുമ്പിൽ നമുക്ക് കരടിയെ കാണാൻ സാധിച്ചില്ലെങ്കിൽ ഇതാ അങ്ങേ മലയിലാണ് കേട്ടോ നമ്മൾ ഈ കരടിയെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിവിടെ വരുന്ന കരടിയല്ല, വേറെ കരടിയാണ്. കാര്യം ഇവിടെ വരുന്ന കരടിക്ക് 3 കുട്ടികളുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇനി ഇതിന് കുട്ടികളുണ്ടോ എന്നറിയത്തില്ല, ഒറ്റയ്ക്കേ നമ്മൾ കാണുന്നുള്ളൂ. നല്ല ദൂരത്തിലാണ് കേട്ടോ അവനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണേലും പുള്ളി രാവിലെ തീറ്റ തേടി ഇറങ്ങിയതാണ്. എല്ലായിടത്തും പരതിയാണ് കേട്ടോ അവിടെ നടക്കുന്നത്. അങ്ങനെ കരടിയൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു വരുവാണ് കേട്ടോ. നമ്മൾ കാട്ടിലിറങ്ങിക്കഴിഞ്ഞതുപോലെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെറുതും വലുതുമൊക്കെ ആയിട്ട് കാണാനായിട്ട് കിട്ടും. അടിപൊളിയായിരുന്നു. കുറച്ച് ലോങ്ങിലായിപ്പോയി കേട്ടോ. താഴെ ആന കാറുന്നുണ്ട്, അലറുന്നുണ്ട്. നോക്കി ഇങ്ങനെ കാണുമ്പോൾ എന്ത് രസമല്ലേ. സ്റ്റേ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല സുഖമായിട്ടുള്ള ഉറക്കം. ഇന്നലെ ഇതാ ഇവിടെയൊക്കെയാണ് കേട്ടോ കാട്ടുപോത്തൊക്കെ നിന്നേ.
പിന്നെ രാവിലെ നമുക്ക് ചെറിയൊരു സഫാരി ഉണ്ടേ. സഫാരി വണ്ടി പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ എത്തിയിട്ടില്ല. വണ്ടി വരുമ്പോഴത്തേനും സഫാരിക്ക് പോകണം. താഴെ നിന്നാണ് ആനയുടെ അലർച്ച കേട്ടെ. ജസ്റ്റ് ഒന്ന് നോക്കാം ഇതിലെ എല്ലാം പാസ് ചെയ്ത് പോകുന്നുണ്ടോ എന്ന്. കണ്ടോ, മുട്ടക്കാട്ടം കാടാണ് കേട്ടോ, ചുറ്റും കാട്. ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ട്. ഇന്നലെ വൈകിട്ട് മഴ പെയ്തായിരുന്നു. പകൽ പെയ്യാതിരുന്നാൽ നല്ലൊരു സഫാരിയും കൂടെ എടുത്തിട്ട് പോകാനായിട്ട് പറ്റും. ഇന്നലെ രാത്രി 1 മണി വരെ കരടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. ഇതാ ഇതിൻ്റെ ടോപ്പിൽ നമുക്ക് ടെറസിൽ കയറിയിരിക്കാം. കരടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അങ്ങനെ കുറേ നേരം ഇരുന്നേ. പക്ഷേ കരടി ഇതിലെ വന്നിട്ട് പോയി കേട്ടോ. ഈ ഭിത്തിയോട് ചേർന്നാണ് ആൾ പോയത്. ഇതിനകത്തൊക്കെ ഇവൻ കയറി ഇരിക്കാറുണ്ട്. ഇങ്ങനെ വന്നിട്ട് ഇതാ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഇതുണ്ടോ വാതിലിൽ തന്നെ ഞാൻ വന്നായിരുന്നു എന്ന് അറിയിക്കാൻ വേണ്ടി അപ്പി വിട്ടിട്ട് പുള്ളി ഈ റൂട്ടിന് പോയിട്ടുണ്ട് കേട്ടോ. എന്ത് കഷ്ടമല്ലേ. പക്ഷേ രാവിലെ നമുക്ക് കരടിയെ കിട്ടി. ഇങ്ങനെ ആൾ പോയി ഇതിൻ്റെ പുറകെ കൂടെ. ഇതൊരു സ്ഥിരം വഴിയാണ് അതിൻ്റെ. അതുകൊണ്ട് വരുമെന്ന് ഇവിടുത്തെ ചേട്ടൻ ഉറപ്പ് പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷേ നമുക്കെന്താണേലും രാത്രി പ്രോപ്പർട്ടിയുടെ അടുത്ത് കാട്ടുപോത്തിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. സാരമില്ല, ഇനി വരുമ്പോൾ നമുക്ക് പിടിക്കാം. ചെറിയ പൊടി ചാറ്റമഴയുണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ എവിടെ വേണമെങ്കിലും പോയിരുന്ന ചായയോ കാപ്പിയോ എന്നാ വേണമെങ്കിലും കുടിക്കാം. പറഞ്ഞു കഴിഞ്ഞാൽ അവരിട്ട് തരും കേട്ടോ. ചാറ്റമഴയൊക്കെ നനഞ്ഞ് നല്ല ചൂട് ചായയും കുടിച്ച് ഇവിടെ വന്നിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എല്ലാം ആനയോ കരടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പക്ഷേ ഒന്നുമില്ല. പൊളി കേട്ടോ. എന്താണേലും സ്ഥലം അടിപൊളിയാണ്, ഇഷ്ടപ്പെട്ടത്. നമുക്കിത് സജസ്റ്റ് ചെയ്ത് തന്നത് ജിനോ ചേട്ടനാണ്. പുള്ളി കൂട്ടത്തിൽ വരികയും ചെയ്തത് കേട്ടോ, ഓഫ് ബീറ്റ് ട്രാവലറിലെ. ഇത് ഇവിടുത്തെ സവാരി ബസ്സാണ് കേട്ടോ താഴെ കൂടെ പോകുന്നത്. ഇനി ഇതാ നമുക്ക് പോകാനുള്ള വണ്ടി എത്തിയിട്ടുണ്ട്. നമുക്ക് പോകാനുള്ള വണ്ടിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സഫാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ പാടെ നമ്മൾ 4 പേരേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും പുറകെ കയറിയ വിസിബിലിറ്റി കൂടുതലാണ്. ഈ ഒരു സഫാരി ആനമല ടൈഗർ റിസർവ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഈ ഒരു ജിപ്സി സഫാരിക്ക് വരുന്നത് 2360 രൂപയാണ്. 8 പേർക്ക് വരെ ആ ഒരു റേറ്റിൽ പോകാം. ഏകദേശം 1.5 മണിക്കൂറൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു സഫാരി വരുന്നത്. കോഴിക്കാമത്തി ക്യാമ്പ് വരെയാണ് ഈ ഒരു സഫാരി പോകുന്നത്. നിലവിലിപ്പോൾ അവിടെ ആനകളൊന്നുമില്ല, അവിടെ മെയിൻ്റെനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താണേലും നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കാം. എന്തെങ്കിലുമൊക്കെ സൈറ്റിങ് കിട്ടുമോ നോക്കാം. ചിലപ്പോൾ സൈറ്റിങ് കിട്ടും, ചിലപ്പോൾ നമുക്കൊന്നും കിട്ടിയില്ല എന്ന് പറയും കേട്ടോ. അതുണ്ടോ കാട്ടുപോത്തിൻ്റെ കൂട്ടം സഫാരിക്ക് കിട്ടിയതാണ്. രാവിലത്തെ സഫാരി എടുത്തപ്പോൾ ആദ്യത്തെ സൈറ്റിങ് കുറേ എണ്ണമുണ്ട് കേട്ടോ. എഴുത്തിരിക്കുന്നല്ലേ, ലൈറ്റും കൂടി അങ്ങോട്ടായിട്ടുണ്ട് ക്ലിയറായിട്ട്. എന്തോ കണ്ടു അങ്ങോട്ട് നോക്കണം. ഒരു മയിലിരിക്കുന്ന കണ്ടോ. എല്ലാ യാത്രകളിലും മാനിനെ പോലെ തന്നെ കാണുന്ന ഒരാളാണ് കേട്ടോ മയിലുകൾ. പക്ഷേ ചില ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. അങ്ങനെയുള്ള ഫ്രെയിംസിൽ നമുക്ക് ഇവരെ എടുക്കാതെ വിടാൻ തോന്നാറില്ല കേട്ടോ. അതൊക്കെ കുറേ മരങ്ങൾക്കല്ലേ പച്ചപ്പിനിടയിൽ ആളിരിക്കുന്നത് കണ്ടോ. വീണ്ടും ഒരു മയിലിനെ കാണാവേ. ഒരു വലിയ മരത്തിൻ്റെ കൊമ്പത്താണ് കേട്ടോ ഇരിക്കുന്നത്. നോക്കിയേ, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ കിട്ടുമ്പോഴത്തേനും അങ്ങനെ ഒഴിവാക്കാൻ തോന്നാറില്ല. മുമ്പ് പറഞ്ഞ പോലെ നല്ല പീലിയൊക്കെ ആയിട്ട് നോക്കി എന്ത് രസമല്ലേ ഇരിപ്പ് കാണാനായിട്ട്. ഇവിടെ നിന്ന് അവൻ പറക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. അതും പ്രതീക്ഷിച്ചാണ് കേട്ടോ ഞങ്ങളെല്ലാവരും നോക്കിയിരിക്കുന്നത്. പക്ഷേ ആൾ പറക്കുന്ന ലക്ഷണമൊന്നും കണ്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം വെയിറ്റ് ചെയ്യാതെ പോവുകയാണേ. പറമ്പിക്കുളം റൂട്ടിൽ നമ്മൾ കണ്ട പോലെ തന്നെ ഇതാ വേറൊരു ബ്ലാക്ക് ലെങ്കൂർ. നോക്കി എന്ത് രസമല്ലേ കാണാനായിട്ട്. അതിൻ്റെ ഷൈനിങ് ആയിട്ടുള്ള രോമം, നല്ല ബാക്ക് ലൈറ്റും കൂടെ ഉണ്ട്, അടിപൊളിയായിരിക്കും അല്ലേ.
ആളും തൊട്ടടുത്താണ് കേട്ടോ ഇരിക്കുന്നത്. പക്ഷേ പേടിയൊന്നുമില്ല, ആളനങ്ങാതെ അങ്ങനെ ഇരിക്കുവാണ്. എന്തൊക്കെയോ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോഴത്തേന് ഇതാ നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ട് മുമ്പിൽ നമ്മൾ ആദ്യം കരടിയെ കണ്ട സ്ഥലത്ത് ആനക്കൂട്ടം. അമ്പോ, എന്നെ ഫ്രെയിമിലാണ് നിൽക്കുന്നത് നോക്കി. കുട്ടി ആനയുണ്ട് കേട്ടോ. ഞാൻ രാവിലെ പറഞ്ഞിരുന്നില്ലേ ആനകളുടെ അലർച്ച കേൾക്കുന്നുണ്ടെന്ന്. ഇവരായിരുന്നിരിക്കണം കേട്ടോ. ഇന്നലെ രാത്രി ഇവരവിടെ ഉണ്ടെന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു നമ്മൾ പറമ്പിക്കുളത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ. പക്ഷേ കാണാൻ പറ്റിയില്ലായിരുന്നേ. അപ്പോഴത്തേനും ഇവർ കയറിപ്പോയിരുന്നു. അപ്പോൾ അതാ നോക്കി, അടിപൊളി. വേണ്ട, അത് മേലോട്ട് കയറിപ്പോട്ടെ താഴത്തിൽ നിന്ന്. കുഞ്ഞിനെ പ്രൊട്ടക്ട് അവരെന്തോ അനക്കം എന്തോ കണ്ടിട്ടാണ്. വണ്ടി പോയ വണ്ടിയായിരിക്കും ഒരു പക്ഷേ, അപ്പുറത്തെ സഫാരി വണ്ടി പോയത് അതുകൊണ്ടാവും. വണ്ടിയുടെ സൗണ്ട് കേട്ടായിരിക്കും. കുഞ്ഞിനെ നടുക്ക് നിർത്തി ശ്രദ്ധിച്ചേക്കുന്നുണ്ടോ? താഴത്തിൽ നിന്ന് മേലോട്ട് കയറി പോകും കേട്ടോ. കുഞ്ഞിന്റെ അടുത്തോട്ട് പോകും. താഴെ തന്നെ കയറി പോയതാണോ? മറ്റേത് ഇപ്പുറ സൈഡോട്ട് കയറി. വേറൊരു കുട്ടിക്കൊമ്പം കയറി വരുന്നതാണ്. ഇന്നലൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ 7 ആനയുടെ ഗ്രൂപ്പ് ഇതായിരിക്കും. നൈറ്റ് ഇന്നലെ നമ്മൾ പറഞ്ഞില്ല ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ആനയായിരിക്കും കേട്ടോ. നമ്മുടെ സ്റ്റേയുടെ അടുത്ത് ആന വന്നിട്ടുണ്ട് നമ്മുടെ റോഡിൽ. രാവിലെയൊക്കെ എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചയല്ലേ. നല്ല സൗണ്ട്. ഇങ്ങനെ കൊടുങ്കാട്ടിൻ്റെ നടുക്ക് കാടിൻ്റെ അവകാശികളെ നമുക്ക് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ആനക്കൂട്ടങ്ങളെ അവരിങ്ങനെ വളരെ ഫ്രീ ആയിട്ട് ചെങ്ങലയും തോട്ടിയും ഒന്നുമില്ലാതെ നടക്കുന്ന കാണാൻ തന്നെ എന്ത് രസമെന്നറിയാമോ. അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാം, ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിക്കാം. അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് കേട്ടോ. എന്താണേലും ലാസ്റ്റ് സമയമായപ്പോഴത്തേനും നമുക്ക് ആനക്കൂട്ടങ്ങളെയും കൂടെ കിട്ടി കേട്ടോ. പക്ഷേ നമുക്ക് തൊട്ടടുത്ത് കരടിയെ കിട്ടിയില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. അത്യാഗ്രഹമാണെന്നറിയാം, എന്നാലും ഒരു ചെറിയ സങ്കടം അങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. അത് നമുക്ക് അടുത്ത തവണത്തെ വരവിൽ തീർക്കാവേ. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മഴ പെയ്തു കേട്ടോ. അങ്ങനെ ആനക്കൂട്ടങ്ങൾ പതിയെ അങ്ങ് നടന്ന് നീങ്ങുവാണ്. എന്താണേലും ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമുക്കും പ്രോപ്പർട്ടിയിൽ നിന്ന് ഇറങ്ങാൻ സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇന്ന് പൂരിയാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പൂരി ഉണ്ട്. കറി എന്താണ്, ഇന്നലത്തെ ചിക്കൻ കറി ഇരിപ്പുണ്ട്. പുതിയതായിട്ട് വെച്ചേക്കുന്നത് നമ്മുടെ കിഴങ്ങ് കറിയാണെന്ന് തോന്നുന്നു. പിന്നെ വേറെ എന്തോ സാമ്പാർ സംതിങ് ആണെന്ന് തോന്നുന്നു. എന്നാന്ന് അറിയില്ല കേട്ടോ. എന്താ ചമ്മന്തി ഉണ്ടേ. നൈസ്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇവിടെ നമുക്ക് 4 റൂംസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഒരു റൂമിൽ 2 പേർക്ക് 3500 പ്ലസ് ടാക്സ് എന്ന രീതിയിലാണ് റേറ്റ് വരുന്നത്. ഇനി അതിൽ കൂടുതൽ ആൾക്കാരുണ്ട് എക്സ്ട്രാ ബെഡിന് 1000 രൂപ വീതം വരുവേ. ഫുഡൊക്കെ നമ്മൾ പറഞ്ഞാൽ അവർ റെഡിയാക്കി തന്നോളും. അങ്ങനെ നമ്മൾ അമ്പുല്ലില്ലത്തിനോട് ഇവിടെ പറഞ്ഞിറങ്ങുകയാണ്. മേളിൽ അമ്പുല്ലില്ല നമ്മളെ നോക്കി നിൽപ്പുണ്ട് കേട്ടോ. അപ്പം എന്താണേലും ഇവിടുത്തെ സ്റ്റേ അടിപൊളിയായിരുന്നു. നല്ല വൈബുള്ളൊരു പ്ലേസ് കേട്ടോ. അപ്പോൾ അങ്ങനെ സൈഡിൽ നിന്ന് മഴയൊക്കെ പെയ്ത് കോട കയറി വരുന്നുണ്ട്. 2-3 അലേർട്ടായിട്ട് നിൽക്കുന്നുണ്ടോ? അടുത്തെന്തെങ്കിലും കാണുമായിരിക്കേ. എന്തോ സംഭവിക്കാൻ പോയി കേട്ടോ. ആ മാനം കൂടെ ശ്രദ്ധിച്ച് നിൽക്കുക. ഒരുപാട് വല്ല ഇറങ്ങി വരുമോ? പുലിയാണോ കടുവയാണോ എന്നറിയാൻ വേണ്ടാവും. ആ ഭാഗത്തോട്ട് മാത്രം അലർട്ട് ചെയ്തിട്ടുണ്ട്. പുറകിലൊക്കെ വരെ നിൽക്കും, പക്ഷെ അവരല്ല, ഇവനാണോ അലർട്ട്. മയിൽ നിങ്ങൾ മയിലിനെ ആദ്യം കാണുന്നതാണ്. പക്ഷേ ഉണ്ടെങ്കിൽ അത് ചുമ്മാണെങ്കിലും കേൾക്കും. ഇല്ലെന്നേ, അത് ശ്രദ്ധിക്കുകയാണെന്നാണ്. ക്യാമറ എന്തുകൊണ്ട് മഴ പെയ്തിട്ടുള്ളൂ. എന്തുകൊണ്ട് അവിടെ ഇത് മുഴുവൻ നനയുന്നുണ്ട്. കുഴപ്പമുണ്ടോ? അങ്ങനെ എന്തോ ഉണ്ടെന്ന് നോക്കി നിന്ന് മഴ വന്നു കേട്ടോ. മഴ വന്നപ്പോഴത്തേനെ മാനുകളോടി കാടിനുള്ളിലേക്ക് പോവുകയും ചെയ്തു. എന്ത് രസമല്ലേ മഴയത്ത് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാനായിട്ട്. പച്ചപ്പൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു മനസുഖം. അടിപൊളിയല്ലേ. തിരികെ നമ്മൾ വാൽപ്പാറ റൂട്ടാണ് കേട്ടോ കയറി പോകുന്നത്. അസാധ്യ വ്യൂ ആണ് കേട്ടോ വാൽപ്പാറയിൽ. ഇപ്പം മഴയായതുകൊണ്ട് തന്നെ 7ാം സ്വർഗം കോടയിൽ കുളിച്ച് നിൽക്കുന്നൊരു അവസ്ഥയിലാണ് കേട്ടോ.
ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. കംപ്ലീറ്റ് മിസ്റ്റ്. നോക്കിക്കേ എന്തുവേലും കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. വാഹനങ്ങൾ പോലും പോകുന്നത് ശരിക്കും കാണത്തില്ല കേട്ടോ. അതുപോലെ മിസ്റ്റാണ് നിലവിൽ. നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നല്ല രീതിയിൽ മിസ്റ്റങ്ങ് കയറി. നോക്കിക്കേ തലനാറിന് പോകുന്ന ആ ഒരു റൂട്ടാണ് കേട്ടോ. ഇതിലെയാണ് നമ്മൾ ആദ്യമായിട്ട് വാൽപ്പാറയ്ക്ക് സ്റ്റേ ചെയ്യാനായിട്ട് വന്നത്. ഈ റൂട്ടിലൂടെ തലനാറിന് പോകാം. അവിടെയാണ് ആദ്യത്തെ സ്റ്റേ വരുന്നത് കേട്ടോ. നോക്കിയേ ഇപ്പോഴത്തെ ആ ഒരു കാലാവസ്ഥ ഉണ്ടോ. ഇപ്പോൾ ഇതിലെ ട്രാവൽ ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ. നല്ല ക്ലൈമറ്റാണ്. എന്താണേലും നമ്മൾ അധികം സമയം ഇവിടെ വെയിറ്റ് ചെയ്യുന്നില്ല. ഈ ഒരു കാഴ്ച കണ്ടിട്ട് ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ നമുക്ക് 6 മണിക്ക് മുമ്പ് ചെക്ക് പോസ്റ്റ് കിടക്കണം. അത് കാരണം അധികം വെയിറ്റ് ചെയ്യാതെ നമ്മൾ പോവുകയാണേ. എന്താണ്ടേ വാൽപ്പാറയിലെ കാട്ടുപോതും കൂട്ടും. റോഡിനോട് ചേർന്നാണ് കേട്ടോ നിൽക്കുന്നത്. ഫോറസ്റ്റുകാരുണ്ടേ, അവിടെ വണ്ടി നിർത്താൻ സമ്മതിക്കത്തില്ല അവർ. അതേ അമ്മ കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കുന്നു നാറികൾ. അതിനമ്മർക്ക് അത് അവിടെ നിൽക്കുന്നതുകൊണ്ട് ആൾക്കാർ വണ്ടി നിർത്തുന്നതുകൊണ്ടേ എന്താണ് അമ്മ ഓടിക്കാൻ നോക്കുന്നത്. ഫോറസ്റ്റുകാർ തന്നെയുണ്ട്. ആനയെ കണ്ടപ്പോൾ എനിക്ക് ഒരു കൂട്ടം കാട്ടോട്ടുള്ള റോഡിൻ്റെ സൈഡിൽ എന്നാ രസം നോക്കി. അപ്പോൾ ആ ഏരിയയിൽ വണ്ടി നിർത്തിയാൽ ബ്ലോക്ക് ആവുന്നുള്ളതുകൊണ്ട് നമ്മൾ ഒത്തിരി മാറ്റിയിട്ട് സൂം ചെയ്തെടുക്കുകയാണ്. ഇവിടെ തിരക്കും വെള്ളമൊന്നും ഇല്ലാത്ത സ്ഥലം. ജിനോ ചേട്ടാ എൻ്റെ അല്ല, ശരിക്കും ഇതൊരു വലിയൊരു കൂട്ടമാണ്. കുറച്ച് പേര് നേരെ ക്രോസ് ചെയ്ത് കാടിനുള്ളിലേക്ക് കയറിപ്പോയി. ഇവർ ക്രോസ് ചെയ്യാൻ വന്നപ്പോഴത്തേനും ഒരുപാട് വണ്ടി വന്നു. അതാണ് അവരങ്ങനെ നിൽക്കുവാണ് കേട്ടോ. ഇവരും ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടി നിൽക്കുവാണ്. കാടിനകത്ത് ഇവരെ നോക്കി വേറൊരു കൂട്ടം നിൽപ്പുണ്ട് കേട്ടോ. എന്താണേലും തേയിലത്തോട്ടങ്ങൾക്കിടയിൽ ഇവരെ കാണാൻ പറ്റിയൊരു രസമുള്ള കാര്യമാണ്. നമ്മളെപ്പോൾ വാൽപ്പാറയ്ക്ക് വന്നാലും കാട്ടുപോത്തും അതുപോലെ തന്നെ ആനയും ഒക്കെ നമുക്ക് തേയിലത്തോട്ടങ്ങൾക്കിടയിൽ കാണാവേ. നോക്കിയേ ഒരുപാട് വണ്ടികൾ വന്ന് അവിടെ നിർത്തി. അതിന് ബൈക്കിലൂടെ അവർ പതിയെ ക്രോസ് ചെയ്ത് പോവുകയാണ് കേട്ടോ. നോക്കിയേ ഇത് രസമുള്ള കാഴ്ചയാണെന്ന്. വണ്ടിയൊന്നും ഇത്രയും ചേർത്തുകൊണ്ട് ഇടല്ലോ കേട്ടോ. അത് റിസ്ക്കുള്ള കാര്യമാണ്. എപ്പോൾ ഇമാർക്ക് മനംമാറ്റം ഉണ്ടാകുന്നൊന്നും പറയാൻ പറ്റത്തില്ല. നല്ല ഊരാണ്. കാറൊക്കെ എടുത്ത് പൊക്കാനുള്ള ആരോഗ്യം ഇമാർക്ക് എന്താണേലും ഉണ്ട് കേട്ടോ. മഴയത്തൊരു സെർപ്പൻറ്റികളിരിക്കുന്നതുണ്ട്. ഇരുന്നങ്ങ് മഴ നനയാണ് കേട്ടോ. അയ്യോ ഉണങ്ങിയ മരത്തില്ല, പെട്ടെന്ന് കണ്ടുപിടിക്കത്തില്ല. മരത്തിൻ്റെ കൊമ്പത്ത് ചേർന്ന് അങ്ങനെ ഇരിക്കുവാണ് പുള്ളി. കുറച്ച് നേരം നോക്കിയിട്ട് ഇതിനകത്ത് ഇട്ടാൽ മാത്രമേ ഉള്ളൂ. അതാണ്ടോ തേയിലത്തോട്ടത്തിന് അകത്തൊരു കാട്ടുപോത്ത് നിൽക്കുന്നുണ്ടോ. പുള്ളി ഞങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടോ. ആദ്യമേ കണ്ടെടുത്തുനിന്ന് പെട്ടെന്നൊരു വരവായിരുന്നു. ചെറുതായിട്ടൊന്ന് നെഞ്ച് കാലി. കുറച്ച് ദൂരത്തിലാണ് നിൽക്കുന്നതെങ്കിലും വണ്ടി താഴെ കിടപ്പുണ്ട്. അപ്പം എപ്പോൾ വേണേലും വൈൽഡ് ആനിമൽസ് അക്രമാസക്തമാകും. സോ എപ്പോഴും നമ്മളൊരു ഡിസ്റ്റൻസ് ഇട്ട് മാത്രമേ നിൽക്കാറുള്ളൂ. പുള്ളി ഒന്ന് ചെറുതായിട്ട് പേടിപ്പിച്ചെങ്കിലും പിന്നെ നേരെ തിരിഞ്ഞതാ ഉള്ളിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ. നല്ല അടാറ് സൈസായിട്ടുള്ളൊരു മെയിൽ കാട്ടുപോത്താണേ. നോക്കിയേ പുള്ളി ഒറ്റയ്ക്ക് എങ്ങനെ മേഞ്ഞ് നടക്കുകയാണ്. കീറിപ്പോയി. നല്ല രസമുണ്ടല്ലേ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ കൂടെ ഇവരങ്ങനെ പോകുന്ന കാണാനായിട്ട്. എന്താണേലും വാൽപ്പാറ കാഴ്ചകളും അതുപോലെ തന്നെ നമ്മുടെ അമ്പുള്ളിയിലത്തിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കല്ല. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കല്ല കേട്ടോ. അങ്ങനെ 6 മണിക്ക് മുമ്പ് തന്നെ നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്ന് ഉള്ളിൽ കയറി കേട്ടോ. ഇനി കേരളമാണ്. ഇനി നമ്മുടെ കാട്ടിലെ മൃഗങ്ങളെ വല്ലതും കാണാൻ പറ്റുമോ നോക്കാം. എന്താണേലും ഈ ഒരു യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുകയാണ്. ഞങ്ങളോടൊപ്പം ഈ ഒരു യാത്ര നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാകും. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഇതുപോലുള്ള യാത്രകൾ ചെയ്യുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പോരാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം ഒരുമിച്ച് യാത്ര ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടെ ദിസ് ഈസ് വാണ്ടർലസ് ടീം സൈനിങ് യു.